അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു പുതിയ സാധനമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കാണാൻ വേണ്ടി ഏകദേശം ഒരു ചെമ്മീൻ്റെ മാതിരിയുണ്ട്. പിന്നെ മുന്നിലെ ഭാഗം കാണുമ്പോൾ ഞണ്ടിനെ പോലെയാണ്. ഇതിന് ലോബ്സ്റ്റർ എന്നാണ് പറയുക. അപ്പോൾ ഇത് ഇവിടെയുള്ള US-കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല വിലയുമാണ്. ഒന്നിന് തന്നെ $25 ഉണ്ടാവും. നമുക്കിത് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയോണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് പകുതി വൃത്തിയാക്കിയിട്ടാണ് എനിക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം ഇതിൻ്റെ മേലിൽ തൊലി കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ എന്നിട്ട് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഒരു കത്രി കൊണ്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ മേലിൽ പിന്നെ കവറ് മുറിച്ചെടുക്കുക. ഇത് ഏകദേശം ഞണ്ടിൻ്റെ പോലെ കുറച്ച് ഉരവുള്ളതാണ്. അത് മുറിച്ചതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ മെല്ലെ തിക്കി എടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മെല്ലെ എടുത്താൽ മതി. കൈക്ക് കൊള്ളുന്ന നോക്കണം, കുറച്ച് ഉരവുള്ളതാണ്. അതിനുശേഷം ഇത് മെല്ലെ ഇതുപോലെ പുറത്തെടുക്കുക. അത് നമ്മൾ പിന്നെ ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ കംപ്ലീറ്റ് പുറത്തെടുക്കാതെ ഇതിൻ്റെ ഷെല്ലിൻ്റെ മേലെ വെച്ചിട്ട് തന്നെ വേണം ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കുക. ലോബ്സ്റ്റർ മുഴുവനായിട്ടും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് പുരട്ടാൻ വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിനു വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂണ് ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലും എടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ലോബ്സ്റ്റർ ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പം ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ ലോബ്സ്റ്ററിൻ്റെ ഇറച്ചി ഇതുപോലെ ഷെല്ലിൻ്റെ മേലെ എടുത്ത് വെക്കണം. ഇതുപോലെ മുഴുവനും ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മേലെ നമുക്ക് മസാല പറ്റി കൊടുക്കാം. ഒരു ബ്രഷോ അല്ലെങ്കിൽ കൈകൊണ്ടോ എങ്ങനെയെങ്കിലും നമ്മൾ ആക്കി വെച്ച മസാല ഇതുപോലെ ഓരോന്നിനായിട്ട് പറ്റി കൊടുക്കാം. ഗ്രില്ല് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഗ്രില്ല് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഗ്യാസിൻ്റെ ഗ്രില്ലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാകുകയും പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഈ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ആയിട്ട് പറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നല്ല ഡ്രൈ പോലെയാവും. ലോബ്സ്റ്റർ ഗ്രില്ല് ചെയ്തായിട്ടുണ്ട്. ഇതുപോലെ 2 ഭാഗവും ഇത് മേൽഭാഗം നല്ലപോലെ ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് അടിമറിച്ചിട്ടും വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് അടിമറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അടിഭാഗവും കൂടി ഗ്രില്ല് ചെയ്തെടുത്താൽ വേറെ തന്നെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോബ്സ്റ്റർ ഗ്രില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.